കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഞാനവിടെ നിയമസഭയിൽ പ്രസംഗിക്കുമ്പോൾ ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. കുട്ടനാടിൻ്റെ മനോഹരമായ ഭംഗി പകർന്നെടുത്തുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ ഡെസേർട്ട് സഫാരിക്ക് തത്തുല്യമായി ബോട്ട് സഫാരി ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ നാടിൻ്റെ ഈ കുട്ടനാടെന്ന് പറയുന്ന ഒരുപാട് സംസ്കാരങ്ങളുടെ ഒരു കേന്ദ്രമാണ്. നമ്മൾ ലിസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് വായിച്ചാൽ തീരാത്തത്രയും കലാരൂപങ്ങളും പാട്ടുകളും അങ്ങനെ കലാരൂപങ്ങളും ഒക്കെയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ അതിൻ്റെ സാംസ്കാരികമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന യാത്രയാണ്. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഐഡിയ എന്ന് മനസ്സിലായതിനു ശേഷം അതിൻ്റെ റൂട്ട് മാപ്പ് കാണിക്കും. പിന്നെ അവിടെ ചെയ്യാൻ പോകുന്ന നമ്മൾ പാതിരാമണലിൽ ചെയ്യാൻ പോകുന്ന ഒരു ആംഫി തിയേറ്റർ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നിർദ്ദേശപ്രകാരം ഗൾഫിലെ ഡെസേർട്ട് സഫാരിയുടെ മാതൃകയിൽ പായ് നെയ്ത്ത് കാണുവാനും സ്വയം നെയ്ത്ത് ശ്രമിക്കാൻ പാതിരാമണലിലേക്കാണ് വേമ്പനാടിന്റെ മനോഹാരിതയുടെ യാത്രാമധ്യം കക്ക വാരുന്നതും നീറ്റുന്നതും അവയെ ഉൽപ്പന്നങ്ങളായി മാറ്റുന്നതും കാണുന്നു. ഓല മെടയുക. പണ്ട് ഓല മേഞ്ഞ വീടുകളുണ്ടായത്. ഓല മെടയും നമ്മൾ നാട്ടിലെങ്ങും കാണാം. പക്ഷേ ഇവിടെ എവിടെയെങ്കിലും ഗ്രാമങ്ങളിൽ കാണുന്നുള്ളതല്ലാതെ ദൂരോട്ടെങ്ങും ഇതിപ്പോൾ കാണാനില്ല. അപ്പോൾ ഓല മെടയുന്നത് എങ്ങനെയാണ്? അത് പരിശീലിപ്പിക്കും വരുന്ന ടൂറിസ്റ്റുകൾ. അതിലുള്ള പന്ത്, അതിലുള്ള പിന്നെ തൊപ്പി, ഇപ്പോൾ കണ്ടതുപോലുള്ള തൊപ്പി, അതൊക്കെ അവർ സൃഷ്ടിക്കും. അത്തരം കലാകാരന്മാർക്ക് അവിടെ കലാകാരികൾക്കും അവിടെ ഇരുന്നത് ചെയ്തു കൊടുക്കാനും അവരെ കാണിച്ചു കൊടുക്കാനും ഡെമോ ചെയ്തിട്ട് അവിടെ വിൽക്കാൻ വയ്ക്കും. അപ്പോൾ അതൊരു വരുമാനമാകും. പിന്നെ നമ്മൾ പാതിരാമണലിലേക്ക് വന്നു കഴിയുമ്പോൾ വൈകിട്ടൊരു 4 മണിയോടെ പാതിരാമണൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ആംഫി തിയേറ്റർ ഉണ്ടാകും. ടോട്ടലി നേച്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പുല്ലും മുളയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള സാധനം. അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കലാരൂപങ്ങൾ, നമ്മുടെ ഫോക്ലോർ ആർട്ടുകൾ, നമ്മൾ ഇന്നത്തെ തലമുറയ്ക്ക് കാണാൻ കഴിയാത്ത ഒരുപാട് ആർട്ടുകൾ, അതിനെല്ലാം റീക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ 1 അവർ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കലാരൂപം അതിലെല്ലാം ഉണ്ടാവും. ഒരു 10 മിനിറ്റ് ഒരു കലാരൂപം, പിന്നെ അടുത്ത 10 മിനിറ്റ് വേറെ, അങ്ങനെ ഒരു മിക്സറായിരിക്കും. ഒരു 5-6 പ്രോഗ്രാം സെറ്റ് ചെയ്യാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുള്ള കലാകാരന്മാരെയൊക്കെ നമ്മൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമ്മളൊരു ഏതൊക്കെ കലാരൂപം മിക്സ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 6 എണ്ണം ചെയ്യുന്നത് വെച്ചാൽ ഇന്ന് കാണുന്ന കലാരൂപമായിരിക്കില്ല നാളെ. അപ്പോൾ അത്രയും കലാകാരന്മാർക്ക് ജോലി, അവർക്ക് അവരുടെ കലാപ്രദർശനം നടത്താൻ ഒരു അമ്പലങ്ങളിലും കിട്ടുന്നില്ല, ഒരു പൊതുവേദിയിലും കിട്ടാത്ത ഒരുപാട് കലാകാരന്മാർ. ഉദാഹരണത്തിന് ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ട് വില്ലടിച്ചാൻ പാട്ടുന്നൊരു പരിപാടിയാണ്. അത് നിങ്ങളാരും കണ്ടിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. നമ്മൾ വീഡിയോയിലും കാണുമ്പോൾ എവിടെയെങ്കിലും കണ്ടിട്ടുള്ളതല്ലാതെ ഒരുപക്ഷേ വീഡിയോ ഒക്കെ വരുന്നതിന് മുമ്പ് ഇത് ഔട്ടായിരുന്നു. അത്രയ്ക്കും അതുപോലെ ഒരുപാട് കലാരൂപങ്ങളുണ്ട്. നമ്മൾ നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന കലാരൂപങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നും ഒക്കെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇവിടെ വരുമ്പോൾ നമ്മുടെ കൾച്ചറിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കും. ഇത് കഴിഞ്ഞ് ബോട്ടിൽ തിരിച്ചു കയറുമ്പോൾ ഒരു കുട്ടനാടിൻ്റെ സംഗീതം ചേർത്തല ഒരു പാട്ടുണ്ട് കറക്റ്റ്. അതെല്ലാം പ്ലേ ചെയ്തിട്ടാണ് ഒരു ആർട്ടിസ്റ്റ് ബോട്ടിനകത്ത് കാണും. ലൈവായിട്ട് ഇവിടുന്ന് പോകുമ്പോൾ ഇവിടെ ഒരു മണിക്കൂർ 1.25 മണിക്കൂർ ഇവിടെ ഒരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് ഇവിടെ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ ഇവിടെ പഞ്ചായത്തിന് ഇപ്പോൾ കുടുംബശ്രീ ഇതൊക്കെ ഉണ്ട്. ആ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തിയേറ്ററും ഉണ്ടാക്കും, അതിനുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കും, ഉടൻ തന്നെ ചെയ്യും.